അതിന്റെ ഘടകം എന്ന് വെച്ചാൽ നമുക്ക് ഓപ്പോസിറ്റ് വരാൻ പോണത് ഇനിയിപ്പോ ഒന്നെങ്കിൽ സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ന്യൂസിലൻഡ് അല്ലേ. രണ്ടുപേരും ഫൈനലിൽ മുട്ടിടിക്കുന്ന ടീമല്ലേ? ആ ഏതാ പറയാൻ പറ്റത്തില്ല. ഓസ്ട്രേലിയ പോയല്ലോ പകുതി സമാധാനം. ബാക്കി ഇനി പറയുന്ന പോലെ അവരുടെ നിർഭാഗ്യം നമ്മളെ തുണക്കെന്ന് വിചാരിക്കാം. പിന്നെ ഇപ്പൊ നല്ല ടീമും ഉണ്ടല്ലോ. ദുബായ് നമുക്ക് പരിചയമുള്ള ക്ലൈമറ്റ് ആണ്, പിച്ചാണ്. പിന്നെ പറഞ്ഞ ഹാർദിക് പാണ്ഡ്യ കളിച്ച എന്താ ഒരു ICCന്റെ ഇതൊന്നും ഫൈനൽ നമ്മള് എന്താ തോറ്റിട്ടില്ല, എല്ലാം ട്രോഫി അടിച്ചിട്ടേ ഉള്ളൂ. പിന്നെ രോഹിത്തിന്റെ ക്യാപ്റ്റൻസി, കോഹ്ലിയും ഫോമിലാണ്, ജയിക്കും. വരുൺ ചക്രവർത്തി ഇപ്പൊ അടി സൂപ്പർ അല്ലേ. അത് IPL കാണണല്ലേ കൊൽക്കത്തയ്ക്ക് വേണ്ടിയിട്ട്. അടുത്ത പ്രാവശ്യം നന്നായിട്ട് കളിക്കുന്നു വിചാരിക്കാം. അക്സർ പട്ടേലും ഫോമിക്ക് വന്നാല് ജഡേജ മൊത്തത്തിൽ നന്ന തൂക്കും. ഷമി ബുംറയുടെ അഭാവം ഉണ്ടെങ്കിൽ പോലും ഷമീൻ ഇപ്പൊ ലാസ്റ്റ് ഇത് അടിപൊളിയാക്കുമെന്ന് വിചാരിക്കാം. ദുബായ് പിച്ചിൽ കൂടുതൽ സ്പിന്നേഴ്സ് ആണല്ലേ? സ്പിന്നേഴ്സിനാണ് കുറച്ച് കൂടുതൽ പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ ആ ഒരു പിച്ചിൽ നമ്മള് മിഡിൽ ഓർഡറിൽ സ്പിന്ന് നന്നായിട്ട് കളി തിരിക്കാൻ പറ്റും പിച്ചിന്റെ സ്വഭാവത്തിനനുസരിച്ച്. അത് രോഹിത് ശർമ്മയ്ക്ക് നല്ല പരിചയമുള്ള എക്സ്പീരിയൻസ് ക്യാപ്റ്റനുമാണ്, ഇത് മുന്നേ ചെയ്തു വരുന്നതുമാണ്. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വിൻ ചെയ്യാന്ന് വിചാരിക്കുന്നു.